ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നും രാവിലത്തെ വിശേഷങ്ങളല്ലേ കാണിക്കാറ്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഉച്ചക്കത്തെ കുറച്ച് വിശേഷങ്ങൾ കാണിക്കാമെന്ന് കേട്ടോ. അങ്ങനെ ഞാനിതാ ചോറ് വയ്ക്കാനായിട്ട് അരിയൊക്കെ കഴുകുകയാണ്. അപ്പോൾ നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയാണ് കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ നമ്മളിങ്ങനെ കഴുകുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊക്കെ ഇങ്ങനെ ഒരു തരം മെഴുക് ഒട്ടിപ്പിടിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ചായിട്ട് അങ്ങനത്തെ അരിയൊന്നും കിട്ടലില്ല. നല്ല അരി തന്നെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനിതാ ചോറ് വയ്ക്കാനായിട്ട് അരി നന്നായിട്ട് കഴുകുകയാണ്. വെള്ളം അവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് അരി ഇടുന്ന നേരത്തെ കുടിക്കാനുള്ള വെള്ളവും അതേപോലെ തന്നെ ഫ്ലാസ്കിലേക്കുള്ള വെള്ളവും മാറ്റി വയ്ക്കണം കേട്ടോ, മുക്കി വയ്ക്കണം. അപ്പോൾ ഞാനിതാ അരി നന്നായിട്ടൊന്ന് കഴുകട്ടെ കേട്ടോ. ഇന്ന് ഞാനിതാ ചായയൊക്കെ കുടിച്ചതിന് ശേഷം കേട്ടോ ചോറ് വെക്കാനായിട്ട് നിന്നത്. അച്ഛനും അമ്മയ്ക്കൊക്കെ ചായയൊക്കെ കൊടുത്ത് കൂലിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇന്ന് നമ്മൾ അടുക്കളയ്ക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ ഇതാ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ആദ്യം കുടിവെള്ളത്തിനുള്ളത് മുക്കി വെക്കാം കേട്ടോ. ഇതിന് ശേഷം ഫ്ലാസ്കിലേക്ക് മുക്കി വെക്കണം. ആദ്യം ഞാൻ ചോറൊക്കെ വെച്ചതിന് ശേഷം കുടിവെള്ളത്തിനുള്ള വെള്ളം അവിടെ അടുപ്പത്ത് വെക്കാറാണ് ചെയ്യൽ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, ഞാൻ ആദ്യം തന്നെ കുടിവെള്ളത്തിനുള്ള വെള്ളം മുക്കാറാണ് ചെയ്യൽ കേട്ടോ. പിന്നെ രാത്രിയിലേക്ക് വേണമെങ്കിൽ പിന്നെ നമ്മൾ ചോറൊക്കെ വെച്ചതിന് ശേഷം അങ്ങനെ ഇന്ന് ഉച്ചയ്ക്ക് വേണ്ടിയിട്ട് ഈ ഇല വെച്ചിട്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ഞാനിതാ കുറച്ച് ഇല പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. നമ്മുടെ വീടിൻ്റെ അതിർക്ക് നമ്മളിതുപോലെ കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ കുറച്ച് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിന് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ അരിഞ്ഞതിൻ്റെ മുന്നായിട്ട് നമുക്ക് ഈ ഇലേൻ്റെ ബാക്കിലൊക്കെ ഇതുപോലെ ചിലന്തി കൂട് കൂട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം ആദ്യം. ഇതിന് ശേഷം കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ട് വേണം നമുക്ക് അതിന്മേൽ ഒരു തരം പശ ഉണ്ട്, ഒരു വെള്ള പാല് പോലെ ഉണ്ടാവും. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കട്ടെ അരിഞ്ഞതിൻ്റെ ശേഷം. ഇത് മീനല്ലടാ, മീനില്ല കേട്ടാ. മീനില്ല, തരേണ്ടട്ടാ. ഓടി വന്നതാണ് എല്ലാവരും മീനാണെന്ന് വിചാരിച്ചു. ഞാനിതാ ഇവിടെ ഇരുന്നിട്ടാണ് കേട്ടോ മീൻ നന്നാക്കൽ. അപ്പോൾ ഞാനിതാ ഇവിടെ വന്നിരുന്നപ്പോൾ പൂച്ചക്കുട്ടികൾ വിചാരിച്ചിരിക്കണേ ഞാൻ മീൻ നന്നാക്കാൻ അനിച്ചിട്ട് അവർ വന്നിക്കാണ് കേട്ടോ. എന്നിട്ട് അവർ ഇങ്ങനെ കരയാണ് മീനാണെന്ന് വിചാരിച്ചിട്ടേ.
അപ്പോൾ ഞാൻ പൂച്ചക്കുട്ടികളോട് പറയുന്നത് മീനൊന്നുമില്ല ഇന്നിതാ ഉള്ളൂ എന്ന് പറയരുട്ടാ. അങ്ങനെ ഇതാ നമ്മൾ അരിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട് ഇല. ഇനി അത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. അതിൻ്റെ ആ വെള്ള പാലൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കുന്നത് കേട്ടോ. കുറച്ച് നിരത്തി കഴുകിയതിന് ശേഷം ആ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചാൽ മതി. ഇതിന് ശേഷം കുറച്ച് കഴിഞ്ഞതിന് ശേഷം 2-3 വെള്ളത്തിലും കൂടി കഴുകിയെടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് ആ വെള്ളം ഒന്ന് കളഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാൻ. നമ്മൾ കറി ഉണ്ടാക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യൽ. ആദ്യം ഒന്ന് ഇല തിളപ്പിച്ചിട്ട് ആ വെള്ളം ഒന്ന് കളഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ കറി ആയാലും ഉപ്പേരി ആയാലും ഉണ്ടാക്കാറുള്ളത്. ഞാൻ പണിയെടുക്കുന്ന സമയത്തൊക്കെ എൻ്റെ പിന്നാലെ ഇവർ നടക്കട്ടാ. ഞാനും അതേപോലെ തന്നെ ഇവരോട് സംസാരിച്ചിട്ടാണ് ഇങ്ങനെ പണി കൊടുക്കാറ്. ചോറ് ഊറ്റുമ്പോഴും ചായ ഉണ്ടാക്കുമ്പോഴും അതല്ല വേറെ എന്തെങ്കിലും പണി എടുക്കുമ്പോഴൊക്കെ ഇവരിൻ്റെ പിന്നാലെ ഉണ്ടാവും. ഇനിയുള്ള വീഡിയോകളിലൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അങ്ങനത്തെ അവരിൻ്റെ കൂടെ നടക്കുന്നതൊക്കെ. അപ്പോൾ അവരോട് ഇങ്ങനെ സംസാരിച്ചിട്ടാണ് ഞാൻ പണിയെടുക്കാറുള്ളത്. അപ്പോൾ ഇതാ ഇല കരിഞ്ഞ് വന്നപ്പോഴേക്കും ചോറ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ചോറ് ഊറ്റിയെടുക്കാം. അപ്പോൾ ആ ചോറ് ഇറക്കി അടുപ്പത്ത് തന്നെ ഞാനിതാ ഇല വേവാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമുക്ക് ചോറൊക്കെ ഊറ്റിയെടുക്കാം. ചോറ് ഊറ്റിയെടുക്കുമ്പോഴേക്കും നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുള്ള ഇല വെന്തോളൂട്ടാം. അപ്പോൾ ഈ ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഒരു 3-4 മുട്ട, 5-6 പച്ചമുളക്, ഒരു വലിയ സവാള, അതേപോലെ തന്നെ കുറച്ച് തേങ്ങ. ഇത് മാത്രം മതി ഉപ്പേരി ഉണ്ടാക്കാനായിട്ട്. ഈ ഉപ്പേരി ഉണ്ടെങ്കിൽ പിന്നെ കറി വേണമെന്നൊന്നുമില്ല. വല്ല അച്ചാറോ അല്ലെങ്കിൽ ഉണക്കമുളകോ അതല്ലെങ്കിൽ ഉണക്കലോ ഒക്കെ മതി കേട്ടോ. അപ്പോൾ നമുക്കിന്നിപ്പോൾ വേറെ കറികളൊന്നുമില്ല, ഈ ഉപ്പേരി മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ ഇത്താത്ത നമുക്ക് കുറച്ച് അച്ചാർ തന്നിട്ടുണ്ട്, നാരങ്ങച്ചാർ. അപ്പോൾ ആ അച്ചാറും പിന്നെ ഞാൻ കുറച്ച് പച്ചമുളക് ഉണക്കി വെച്ചിരുന്നു, കൊണ്ടാട്ടമുളക്. അപ്പോൾ ആ മുളക് വറുത്തതും ഉണ്ട്. അപ്പോൾ ആ 3 പറഞ്ഞിട്ട് നമുക്ക് ഇന്ന് ഉച്ചയ്ക്കൊക്കെ ഉള്ളത്. അപ്പോൾ ഞാനിതാ അതിന് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഉള്ളിയും അതേപോലെ തന്നെ ഒരു 5-6 പച്ചമുളകും കൂടി കഴുകി എടുത്തിട്ട് ചെറുതാക്കി അരിയാണ് കേട്ടോ. നമ്മൾ ഓംലേറ്റ് ഉണ്ടാക്കണ പോലെ തന്നെയാണ്. ആദ്യം ഉള്ളിയും പച്ചമുളകും അരിഞ്ഞിട്ട് അതിൽ മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്യുക. കുറച്ച് കൂടുതൽ ഉപ്പിടണം കേട്ടോ. നമ്മൾ ഇല വാട്ടുമ്പോൾ അതിൽ ഉപ്പിട്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് കുറച്ച് കൂടുതൽ ഉപ്പ് മുട്ട മിക്സ് ചെയ്യുമ്പോൾ ഇട്ടാൽ മതി.
അങ്ങനെ ഇതാ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുള്ള ഇല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു അരിപ്പ പാത്രത്തേക്ക് ഊറ്റി വെക്കാം കേട്ടോ. കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മളിതാ ചോറ് ഊറ്റുന്ന കൊട്ടക്കൈയിൽ എന്ന് പറയും ഞങ്ങളിവിടെ. അപ്പോൾ അതിലേക്ക് ഞാനിതാ ഊറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാനുള്ളതല്ലേ, അതുകൊണ്ട് തീരെ വെള്ളം ഉണ്ടാവരുത്. അപ്പോൾ അത് വെള്ളം വാർന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഓട്ടയുള്ള പാത്രത്തേക്ക് ഒഴിച്ച് വെക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെള്ളം വാർന്ന് പോകണം. നമ്മുടെ ഈ ഒരു ചാനലിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ജീവിത രീതിയും അതേപോലെ തന്നെ അവരുടെ അടുക്കളയിൽ ഉണ്ടാക്കുന്ന സാധാ പാചകങ്ങളും ഒക്കെയാണ് കേട്ടോ ഈ ഒരു ചാനലിൽ ഞാൻ ഇടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനൽ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന പോലെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതാ അടുപ്പത്തേക്ക് നമുക്കൊരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം. ചീനച്ചട്ടി നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇതാ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നാൽ കുറച്ച് ഏകദേശം കണക്കാക്കിയിട്ട് ഒരു സ്പൂണൊന്നും വേണ്ട, കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടി വന്ന് കഴിഞ്ഞാൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഉണ്ടല്ലോ, അത് ഇട്ടിട്ട് നന്നായിട്ട് നമ്മൾ മുട്ട ചിക്കണ പോലെ ചിക്കി കൊടുക്കണേ. നന്നായിട്ട് ചിക്കി മുട്ടയിൽ കട്ടില്ലാതെ നന്നായിട്ട് ഉടയണം. അങ്ങനെ മുട്ട വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഊറ്റി വെച്ചിട്ടുള്ള ഇല ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ട് അതേപോലെ തന്നെ അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടോ നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുരുമുളക് പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ലേശം കുരുമുളക് പൊടിയും ഇട്ടാൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടച്ച് വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഉച്ചയായാൽ ചോറുണ്ണാം. അപ്പോൾ ചോറുണ്ണുന്നത് കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ.
അങ്ങനെ ഇതാ ഉച്ചയായി. അപ്പം ഞാൻ ചോറ് വിളമ്പാൻ നേരത്ത് ഇതാ ഒച്ച കേട്ടിട്ട് നമ്മളെ പൂച്ചകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാനിതാ ചോറ് വിളമ്പി, അതേപോലെ തന്നെ ഉപ്പേരി വിളമ്പി, പിന്നെ നമ്മളെ താത്ത തന്ന അച്ചാറുണ്ട്, ആ അച്ചാറും അതേപോലെ തന്നെ ഒരു ഉണക്കമുളക് കൊണ്ടാട്ടവും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഉച്ചയ്ക്കത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ്. അപ്പോൾ ഇനി നമുക്ക് ചോറുണ്ണാം. അപ്പോൾ ഇതാ ഞാൻ ചോറുണ്ണാകുമ്പോൾ ഇതാ മറ്റേ മൂന്നാളോ പൂച്ചകൾ വന്നിട്ട് ഇതാ എൻ്റെ കാലിക്കൽ ഇങ്ങനെ ഇരിക്കുകയുണ്ടാ. അപ്പോൾ ഞാൻ ചോറിനുമ്പോൾ ഇങ്ങനെ കരഞ്ഞ് എന്നെ തോണ്ടണം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇനി എപ്പോഴെങ്കിലും അവസരത്തിൽ ഞാൻ ആ വീഡിയോസൊക്കെ എടുക്കട്ടാ. എൻ്റെ നാത്തൂൻ്റെ മോള് വരുന്ന സമയത്ത് അവളെ കൊണ്ട് ഈ വീഡിയോ ഒക്കെ എടുക്കട്ടാ. ചോറ് വേണം. പിന്നെ ഇല്ലേ, നമുക്ക് വീഡിയോ എടുത്തു തരാനൊന്നും ആരുമില്ല കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തെറ്റുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുമെന്ന് വിചാരിക്കണേ. പിന്നെ കുട്ടികളൊക്കെ ഉണ്ടാകും, കുട്ടികളൊക്കെ എടുത്ത് തരും എന്നല്ലേ വിചാരിക്കുക. നമുക്ക് പിന്നെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ഒറ്റയ്ക്കാണ് വീഡിയോസൊക്കെ എടുക്കൽ. വല്ലപ്പോഴും എടുത്ത വീട്ടിൽ കുട്ടികളൊക്കെ വരുന്ന സമയത്ത് ഞാൻ ഓരോ കൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കാം കേട്ടോ. ഇനിയാണോ വേണോ? ഇവിടെ വാടാ, ഇവിടെ വാ, ഇങ്ങോട്ട് വാ, എന്നാ ഇവിടെ വാ.